പാലക്കാട് ധോണിയിൽ കത്തിയ കാറിനുള്ളിൽ മൃതദേഹം റോഡരികിലാണ് കാർ കണ്ടെത്തിയത്. നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും എത്തി തീയണയ്ക്കായിരുന്നു. കാറിനുള്ളിൽ മൃതദേഹമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇത്രയും പുതിയ വണ്ടി കത്തണമെങ്കിൽ എന്തെങ്കിലും കത്തില്ല. ഓടിക്കുന്നതാണോ? വിവരങ്ങളുമായി ഗോകുല സംഭാഷണത്തിലുണ്ട്. ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ പറയുന്നുണ്ട് പുതിയ കാറാണ് എന്ന്. ഏത് വാഹനമാണ് ഇത്? കാറിന്റെ തകരാറായാണോ കാണുന്നത്, അതോ ആരെങ്കിലും തീ കത്തിച്ചതാണ്? ആത്മഹത്യാ ശ്രമമോ കൊലപാതകമോ? എന്താണ് പ്രാഥമികമായ നിഗമനം? അതായത് പാലക്കാട് ധോണിയിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. 4 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് കാർ കത്തുന്ന നിലയിലായിരുന്നു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിനിടയിലാണ് കാറിനകത്ത് ഒരു മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി ഫോറൻസിക് പരിശോധന അടക്കമുള്ള പ്രാഥമികമായുള്ള പരിശോധനകളെല്ലാം നടത്തി. ഇതൊരു ആത്മഹത്യയാണോ എന്നുള്ളതാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. പക്ഷേ ഇത് ഉറപ്പിക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള പെട്രോളോ അത്തരത്തിലുള്ള എന്തെങ്കിലും സാന്നിധ്യം കണ്ടെത്തണം. അതേതായാലും ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടൂർ സ്വദേശിയായ ഒരാളുടേതാണ് കാർ. അയാളുടെ ബന്ധുക്കളെയും മറ്റു വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ കാറിനകത്ത് ഇതൊരു പുതിയ കാറാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാറിന്റെ മോഡൽ ഏതാണെന്നുള്ളത് വ്യക്തമല്ല. നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് ഈ തീ അണച്ചത്. ഏതായാലും കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. കാറിനകത്ത് നിന്നൊരു മൃതദേഹവും കണ്ടെത്തി. എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രാഥമികമായി പോലീസ് കണക്കാക്കുന്നത് ഇതൊരു ആത്മഹത്യയാണോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷെ അതിപ്പോഴും സംശയം. നിരവധി വാഹനങ്ങൾ തിരക്കുള്ള പാതയല്ലേ? ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? മാത്രമല്ല നമ്പർ ഉൾപ്പെടെ ഇപ്പോൾ തന്നെ വ്യക്തമായിരിക്കുമല്ലോ. ആരുടെ കാറാണ് എന്തടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയോ? തീർച്ചയായും ആളുടെ ആരുടെ കാറാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിനുള്ളിലുള്ള മൃതദേഹം അയാൾ തന്നെയാണോ എന്നുള്ളത് പോലീസ് ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ പേര് വിവരങ്ങൾ പറയാത്തത്. ആളുടെ കാറാണ്. അയാളുടെ ബന്ധുക്കളെയും മറ്റും പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.